ഇസ്രയേലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ഇസ്രയേലിനെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങള് തിരുസന്നിധിയിലേക്ക് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നു. ഒരു ജാതി ഉണ്ടായത് മുതൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഈ രാഷ്ട്രത്തെ ഞങ്ങള് കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങളുടെ രക്ഷിതാവ് കടന്നു വന്ന ആ കുലത്തിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചു വന്ന ലോകം മുഴുവൻ പ്രകാശമായി തീരേണ്ട ലോകത്തിന് ഉടമ്പടിയായി, അനുഗ്രഹത്തിന്റെ ഒരു ഉടമ്പടിയായി തീർത്ത ഈ ദേശത്തെ ഞങ്ങൾ ഓർക്കുന്നു. ഉണ്ടായത് മുതൽ ഇന്നുവരെയും നിലനിൽപ്പിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ ബന്ധപ്പെടുന്ന ഒരു ശിശുവിനെ പോലെ കഷ്ടപ്പെടുന്ന ആ ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചത് ആ ഇസ്രയേൽ വഴി ആയതുകൊണ്ട് ഞങ്ങൾ അവരെ തിരിച്ച് അനുഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവരുടെ യുദ്ധത്തിലൊക്കെയും, നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധത്തിലൊക്കെയും അവർക്ക് വിജയം നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോർമുഖത്ത് പോരാടുന്നവരെ ഓർക്കുന്നു, അവരുടെ കുടുംബങ്ങളെ ഓർക്കുന്നു, ആ ലാൻഡിന്റെ സുരക്ഷിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഗവൺമെന്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കെനസറ്റ് മെമ്പേഴ്സിനെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അവിടെയുള്ള ജനങ്ങളെ ഏൽപ്പിക്കുന്നു. നിന്റെ വലിയ പ്രൊട്ടക്ഷന് അവരുടെ മേൽ ഉള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവരുടെ അയൺ ഡോം എന്ന് പറയുന്നത് യഹോവയായ ദൈവത്തിന്റെ കരങ്ങളാണ്, മിശിഹായുടെ കരങ്ങളാണ് എന്ന് ഞങ്ങൾ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കരങ്ങൾ നീട്ടി അവരെ അനുഗ്രഹിക്കുകയും ആ രാജ്യത്തിന്റെ സുരക്ഷിതത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. അവൻ നിന്റെ സഹായത്തിനായി മേഘാരൂഢനായി ആകാശത്തിൽ കൂടി എഴുന്നള്ളി വരുന്നു. യെശൂര് ജെറൂശലേം. യെശൂരിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല. നിങ്ങളുടെ സഹായത്തിനായി, നമ്മുടെ സഹായത്തിനായി അവൻ മേഘാരൂഢനായി ആകാശത്തിൽ കൂടി എഴുന്നള്ളി വരുന്നു. നാം വിളിക്കുമ്പോൾ കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന, നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ്, ഒരു യേശുവിനെയാണ് നാം സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ളതും അവനെയാണ് നാം ഏറ്റുപറയുന്ന കർത്താവ്. ജീസസ് ഈസ് അവർ ലോർഡ്. ജീസസ് ഈസ് അവർ സേവിയർ. ജീസസ് ഈസ് അവർ ഫാദർ. He is the King of Kings and the Lord of Lords. He is coming back soon. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Prepare for the coming of the Messiah. വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് നാം കടന്നു വരിക. വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മുടെ 13ാം എപ്പിസോഡിലേക്ക് കടന്നു വരാം. വെളിപാട് പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും നമുക്ക് ഒന്ന് വായിക്കാം. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വിഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കു നിന്നു കയറുന്നതും കണ്ടു. അവർ ഭൂമിക്കും സമുദ്രത്തിനും വരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ടു കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വിഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. 14-ന്റെ 1 കൂടി. പിന്നെ ഞാൻ സിയോൻ മലയിൽ
കുഞ്ഞാട് അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. മതി. ഇവിടെ ദൈവത്തിന്റെ ഒരു മുദ്ര ഒരു ദൂതൻ കയ്യിൽ സ്റ്റാമ്പുമായിട്ട് വരികയാണ്. അവൻ ഭൂമിയിലുള്ള ആ 144,000 ജൂബിഷ് ഇവാഞ്ചലിസ്റ്റിന്റെ നെറ്റിമേൽ സ്റ്റാമ്പ് കുത്തുകയാണ്. ദൈവത്തിന് ഉള്ളത്, ദൈവത്തിന്റെ അവകാശം, ദൈവത്തിന്റെ ഓണർഷിപ്പിൽ പെട്ടത് എന്ന മുദ്ര അവരുടെ മേൽ കുത്തുകയാണ്. എന്നിട്ട് ആ ദൂതൻ ഭൂമിയുടെ 4 കോണിലുമായി കാറ്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാരോട് പറഞ്ഞു, ഞാൻ ഈ മുദ്ര 12,000 പേരെ വെച്ച്, ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേര് വെച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നവരുടെ മേൽ കുത്തിത്തീരുവോളം, മുദ്രയിട്ട് തീരുവോളം നീ ഭൂമിക്ക് കേടുവരുത്തരുത്. ഈ 144,000 പേരെ, ദൈവത്തിന്റെയും യേശുവിന്റെയും മുദ്രയുള്ള ഈ 144,000 പേരെ 14-ാം അധ്യായത്തിൽ തിരികെ സ്വർഗത്തിൽ നിന്ന് അവർ ഇറങ്ങി വരുമ്പോൾ ആ മുദ്ര ഇട്ടപ്പെട്ടവരെ നാം കാണുകയാണ്. പണ്ട് നമുക്കറിയാം, പശുക്കളുടെയൊക്കെ ചെവിയുടെ അറ്റം തുളച്ച് അവിടെ ഒരു സീല് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഓണർഷിപ്പ്, സ്വന്തം ആക്കുകയാണ്, നമ്മുടെ അവകാശമാക്കുകയാണ്. പണ്ടുകാലത്ത് പഴയ നിയമത്തിൽ പറയുന്നു, ഒരു സ്ലേവ് അല്ലെങ്കിൽ അടിമയെ അവനെ കട്ടിളയോട് ചേർത്ത് വെച്ച് അവന്റെ കാതിന്മേൽ ഒന്ന് കുത്തി അവനെ എന്നേക്കും അവൻ വിട്ടുപോകാൻ മനസ്സില്ല എങ്കിൽ യജമാനന് അടിമയാക്കും. അപ്പോൾ ഇവിടെ മുദ്രയിടുന്നത് സ്വന്തം ഓണർഷിപ്പിലേക്ക് കൊണ്ടുവരാനാണ്. പൈശാചികൻ എന്നും സ്വന്തമായിട്ട് ഡിവൈസ് ചെയ്യുവാൻ കഴിവുള്ളവനല്ല, മറിച്ച് ഹി ഈസ് എ കോപ്പി ക്യാറ്റർ. മറ്റുള്ള ദൈവം ചെയ്യുന്നത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാൻ മാത്രമേ പിശാചിന് അറിയത്തുള്ളൂ. ഇപ്പോൾ പിശാച് ഒരു മുദ്ര ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. നാം മിഡ് പോയിന്റ് ഓഫ് ദി ട്രിബുലേഷനിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ നിന്ന് വളരെ വേഗം നാം മുൻപോട്ട് പോവുകയാണ്. ആ ട്രിബുലേഷന്റെ 7-year പീരീഡിന്റെ അവസാന ഘട്ടത്തിലേക്ക് അതിവേഗം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിശാച് കയറി വന്നു. പിശാച് കയറി വന്ന് അവന്റെ കയ്യിലും ഒരു മുദ്ര ഇരിപ്പുണ്ട്. അവനും മുദ്ര ഇടുവാൻ പോവുകയാണ്. 13-ാം അധ്യായത്തിലാണ് ഈ വിഷയം എഴുതിയിരിക്കുന്നത്. അവന് വഴിപ്പെടുന്ന, അവന് കീഴടങ്ങുന്ന, അവന്റെ വ്യവസ്ഥകളെ അംഗീകരിക്കുന്നവരുടെ മേൽ, നെറ്റിമേലോ കൈമേലോ അവനും ഇതാ ഒരു മുദ്രയിടുകയാണ്. അത് ഒരു മൃഗത്തിന്റെ പേരാണ്. അത് മൃഗത്തിന്റെ നമ്പരായിരിക്കാം, മൃഗത്തിന്റെ പേരായിരിക്കാം. ബുദ്ധിയുള്ളവൻ ഈ സംഖ്യ ഗണിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ ആ മൃഗത്തിന്റെ സംഖ്യ പ്രസിദ്ധമായ 666 എന്ന നമ്പരാണ്. ദൈവം ചെയ്തതിനെ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാൻ ഇതാ പിശാച് എതിർ ക്രിസ്തുവിൽ കൂടി ഒരു മുദ്രയുമായിട്ട് കടന്നു വന്ന് തനിക്ക് സബ്മിറ്റ് ചെയ്യുന്നവരെ, തന്റെ വ്യവസ്ഥകൾ അനുസരിക്കുന്നവരെ അവൻ ഫോഴ്സ്ഫുള്ളി ആ മുദ്ര ഏൽപ്പിക്കുകയാണ്. ദിസ് മേ ബി എ സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ആയിരിക്കാം. ഇങ്ങനെ ഒരു നമ്പർ കൊണ്ടുവരികയാണ്. ആ നമ്പർ കൊണ്ടുവരുമ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഒരു വ്യക്തികൾ പോലും, ഏത് കുഗ്രാമത്തിൽ വസിക്കുന്ന ഒരു വ്യക്തികൾ പോലും ആ വലയത്തിന് പുറത്തുള്ളവരല്ല, ആ വലയത്തിന് ഉള്ളിലായി തീരും. ഈ മുദ്ര കൂടാതെ ആർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയത്തില്ല. വാൾമാർട്ടിൽ പോകുവാനോ, മറ്റ് സ്റ്റോറിൽ പോകുവാനോ, റിലയൻസ് സ്റ്റോറിൽ പോകുവാനോ, എന്തെങ്കിലും ഒരു സാധനം, ഒരു സാധാരണ പലചരക്ക് കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുവാൻ, ഒരു
പച്ചക്കറി വാങ്ങിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥ, പാല് വാങ്ങുവാൻ സാധിക്കാത്ത ഒരവസ്ഥ, വെള്ളം വാങ്ങുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. ആ മിഡിൽ പോയിന്റ് മുതൽ ഈ മുദ്ര പ്രാബല്യത്തിൽ വരികാൻ പോവുകയാണ്. 666. ഈ മുദ്ര ആരും അറിയാതെ, അവരുടെ അറിവ് കൂടാതെ അല്ല ഇതെടുക്കുന്നത്. ഇതെടുക്കുന്നവർ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി, അവർ പൂർണ്ണമായും ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇതെടുക്കുന്നത്. ആരുടെ മേലും ഇത് അറിയാതെ അടിച്ചേൽപ്പിക്കുകയല്ല. കാരണം ഇതെടുത്തേ പറ്റൂ എന്ന ഒരവസ്ഥയിലേക്ക് ലോകം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ആ സംഭവത്തെ, ആ ഒരു പ്രതിഭാസത്തെ എതിർ ക്രിസ്തു മുതലെടുക്കാൻ പോവുകയാണ്. ഇതില്ലാതെ പറ്റത്തില്ല. നമ്മൾ ഇന്ന് പല രാജ്യങ്ങളിലും എത്ര പേര് ക്യാഷ് കൊണ്ട് നടക്കാറുണ്ട്? വളരെ ചുരുക്കമാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല. നമ്മൾ അങ്ങനെ ആയി തീർന്നതാ. ഇന്ന് ക്രെഡിറ്റ് കാർഡ് മതി, അല്ലെ ഡെബിറ്റ് കാർഡ് മതി. അപ്പോൾ ഇതും ഇല്ലാതെ ആയിത്തീരുക. കാർഡ് നഷ്ടപ്പെടാം. കയ്യേലോ നെറ്റിമേലോ ആണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇനിയും ലോകത്തില്ല എന്ന് വന്നാൽ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യും? എന്തെങ്കിലും വാങ്ങുവാനോ വിൽക്കാനോ? കറൻസി ഈസ് ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ദ പിക്ചർ. കറൻസി ഇപ്പം ഇല്ല, അല്ലെ? എത്ര പേര് കൊണ്ട് നടക്കുന്നുണ്ട് കറൻസി? കണ്ടിട്ട് നാളുകളായി. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് മാറിക്കൂടാ. 666 എന്ന സംഖ്യ പ്രാബല്യത്തിൽ വരുവാൻ, അതിന്റെ വെളിപാട് പുസ്തകത്തിന്റെ ട്രിബുലേഷൻ ടൈമിന്റെ മിഡ് പോയിന്റ് മുതൽ അവസാനം വരെ ആരംഭിക്കുകയാണ്. അതോടുകൂടി റിലീജിയനും എക്കണോമി, ബിസിനസ് വേൾഡും കൂടെ ഒന്നായിട്ട് അങ്ങ് മാറും. റിലീജിയനും എക്കണോമിയും കൂടെ ഒന്നായിട്ട് അങ്ങ് മാറും. ലോകത്തിന്റെ ഏതൊരു കുഗ്രാമത്തിലിരിക്കുന്ന വ്യക്തികളെയും ഈ വെബിൽ, ഈ വലയ്ക്കകത്ത് ആക്കി തീർക്കുവാനായിട്ട് കഴിയും. ഏതൊരു കുഗ്രാമത്തിൽ പോയി താമസിച്ചാലും അവിടെയും പോയി ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണമെങ്കിൽ ഈ മുദ്ര ഇല്ലാതെ പറ്റത്തില്ല എന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. എന്നാൽ ഇത് പൂർണ്ണ സമ്മതത്തോടു കൂടിയും പൂർണ്ണ കൺസെന്റോടു കൂടിയും മാത്രമായിരിക്കും എല്ലാവരും എടുക്കുന്നത്. ഇനിയും ഇത് എടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ദൈവം വാൺ ചെയ്തിരിക്കുകയാണ്. ഇതെടുക്കുന്നവൻ എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. സ്വർഗരാജ്യത്തിന് അവൈലബിൾ അല്ലാതായിത്തീരും. ദൈവകൃപയിൽ നിന്ന് പൂർണ്ണമായും ആ വ്യക്തി തള്ളി മാറ്റപ്പെടും. കർത്താവ് നേരത്തെ വാൺ ചെയ്ത് തന്നിരിക്കുകയാണ്. എന്നാൽ സഭ ഇവിടുന്ന് എടുക്കപ്പെടുമെന്ന് നാം വെളിപാട് നേരത്തെ തന്നെ പഠിച്ചു. ട്രിബുലേഷന്റെ ഈ മഹാകഷ്ടത്തിന്റെ ആരംഭത്തിന് മുമ്പ് തന്നെ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. പിന്നീട് വീണ്ടും ജനിക്കുന്നവർക്കായിരിക്കും പ്രയാസം. പിന്നീട് കർത്താവിനെ അറിയുന്നവർക്കായിരിക്കും പ്രയാസം. യഹൂദനായിരിക്കും കഷ്ടത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ക്രിസ്ത്യാനികളോടൊപ്പം തന്നെ. ഈ മുദ്ര ഏൽക്കുവാൻ പലരും നിർബന്ധിതരാക്കപ്പെടും. അവരുടെ സാഹചര്യം അവരെ നിർബന്ധിക്കും. എന്നാൽ ഈ മുദ്ര ഏൽക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടന്നോ വാളാലോ എങ്ങനെയെങ്കിലും മരിക്കുന്നതായിരിക്കും അന്ന് ഇവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ചോയ്സ്. ഈ മുദ്ര ഏൽക്കാതെ അവർ കൊല്ലപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ചോയ്സ്. സ്വർഗത്തിൽ എത്തുവാനുള്ള നല്ല ചോയ്സ്. വേദപുസ്തകത്തിൽ പറയുന്നു, അൺപാർഡനബിൾ സിൻ എന്ന് പറയുന്ന ഒരു സിൻ ഉണ്ട്. ക്ഷമിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു പാപം ഉണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. അത് ക്ഷമിക്കപ്പെടുവാൻ കഴിയാത്ത പാപം യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ അംഗീകരിക്കാതിരിക്കുന്നതാണ് ക്ഷമിക്കപ്പെടാത്ത പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന അൺപാർഡനബിൾ സിന്ന്. 2, അൺപാർഡനബിൾ സിന്നിന്റെ കാറ്റഗറിയിൽ വരുന്ന മറ്റൊന്നാണ് 666 എന്ന ഈ മുദ്ര ഏൽക്കുക എന്നുള്ളത്. ഈ മുദ്ര ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷമ ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തില്ല എന്ന് വേദപുസ്തകം ഇവിടെ ഓൾറെഡി വാൺ ചെയ്യുന്നു. അൺപാർഡനബിൾ സിന്നാണ് ഇവിടെ
ഈ 666 എന്ന മുദ്ര ഏൽക്കപ്പെടുന്നത്. ഒരിക്കൽ ആ മുദ്ര ഏൽക്കപ്പെടുന്ന അന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികള്, രക്ഷിക്കപ്പെട്ട വ്യക്തികളോ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളോ ആ മുദ്രയേറ്റാൽ they will be doomed for eternal destruction. നാം ഇത് കഴിഞ്ഞ് മിഡിലിൽ നിന്ന് മുൻപോട്ട് പോവുകയാണ്. മിഡ് പോയിന്റ് കഴിഞ്ഞു, ട്രിബുലേഷന്റെ മിഡ് പോയിന്റ് കഴിഞ്ഞു. മറ്റൊരു ദൂതൻ ഇവിടെ തന്റെ ക്രോധ കലശം, 7 ക്രോധ കലശവുമായിട്ട് 7 കലശങ്ങൾ പിടിച്ചുകൊണ്ട്, ബോൾസ് ഓഫ് ജഡ്ജ്മെന്റ് പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. 7 ഏറ്റവും ഒടുവിലത്തേതും ഏറ്റവും കഠിനവും വേസ്റ്റുമായിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ 7 ക്രോധ കലശങ്ങൾ ഭൂമിയിലേക്ക് ഇപ്പോൾ ഒഴിക്കുവാൻ പോകുകയാണ്. വായിക്കാം നമുക്ക് 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 15-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യം. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. 5 മുതൽ 8 ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദൈവാലയം തുറന്ന് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശരണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായി ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടക്കാൻ ആർക്കും കഴിഞ്ഞില്ല. മതി, അവിടെ വരെ മതി. നാം ആദ്യ പകുതിയിൽ, ട്രിബുലേഷന്റെ ആദ്യ പകുതിയിൽ 7 മുദ്ര ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടതയെയും അനിഷ്ടതയെയും പറ്റി പഠിച്ചു. ആ ആദ്യത്തെ പകുതിയിൽ തന്നെ 7 ട്രംപറ്റ്സ് ഊതുന്ന ദൂതന്മാരെ കണ്ടു, 7 കാഹളം ഊതുന്ന ദൂതന്മാരെ കണ്ടു. അതിനോടനുബന്ധിച്ച് ഭൂമിയിൽ വസിക്കുന്നവർക്ക് വരുവാനിരിക്കുന്ന കഷ്ടതകൾ, പ്രത്യേകിച്ച് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും വരുവാനിരിക്കുന്ന കഷ്ടതകളെ പറ്റി, വീണ്ടും ജന്മം പ്രാപിക്കാത്തവർക്ക് വരുവാനിരിക്കുന്ന കഷ്ടതകളെ പറ്റി കണ്ടു. നാം മധ്യപകുതിയിലെത്തി. മധ്യപകുതിയിൽ നിന്ന് മുൻപോട്ട് പോവുകയാണ്. അത് 7 വർഷത്തിന്റെ ഒടുവിലേക്ക് ചെല്ലുവാൻ അടുക്കുകയാണ്. അങ്ങനെ എടുത്തപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 7-ാമത്തെ മധ്യപകുതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്. പൈശാചികനെ, അവനെ സ്വർഗത്തിൽ നിന്ന് അവന്റെ റെസിഡൻസ് മാറ്റി നിശേഷം നശിപ്പിച്ച് അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പൈശാചികൻ മഹാക്രോധത്തോടുകൂടി ഭൂമിയിലേക്ക് വന്നു ഭൂമിയിലെ ജനങ്ങളെ, കർത്താവിന്റെ സാക്ഷ്യമുള്ളവരെ, കർത്താവിന്റെ മുദ്രയുള്ളവരെ ഉപദ്രവിക്കുവാനായി പൈശാചികൻ മഹാക്രോധത്തോടെ എഴുന്നള്ളിയിരിക്കുകയാണ്. എതിർ ക്രിസ്തു തന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജെറുസലേമിലേക്ക് മാറ്റി. യെരുശലേമില് തങ്ങൾ പണിത, എതിർ ക്രിസ്തുവിന്റെ സഹായത്തോടുകൂടി ആദ്യകാലത്തിൽ പണിത യെരുശലേം ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത്, ദ ഹോളി ഓഫ് ഹോളീസിൽ എതിർ ക്രിസ്തുവിന്റെ ബിംബമുണ്ടാക്കി എല്ലാവരും അതിനെ ആരാധിക്കണം എന്ന് പറയുകയും 666 എന്ന മുദ്ര ഭൂമി മുഴുവൻ ഇഷ്യൂ ചെയ്യുകയും ലോക സമ്പത്തും റിലീജിയനും ഒന്നാക്കി മാറ്റുകയും ചെയ്തു. അതോടുകൂടി ഫോൾസ് പ്രോഫറ്റ്സിന്റെ, കള്ളപ്രവാചകന്റെ പ്രസക്തി നഷ്ടപ്പെടുകയും അദ്ദേഹം ജീവനോടുണ്ട് താനും എതിർ ക്രിസ്തുവിനോട് കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവനാണ് താനും. അങ്ങനെ റിലീജിയൻ, അതായത് മതം ഇല്ലാതെ ആവുകയും ചെയ്തു. എതിർ ക്രിസ്തുവിനെ മാത്രം ആരാധിക്കണം. 666 ഉള്ളവർക്ക് എന്ന മുദ്ര ഉള്ളവർക്ക് മാത്രമേ ഇനിയും ഈ ഭൂമിയിൽ വാങ്ങുവാനും വിൽക്കുവാനും ക്രയവിക്രയങ്ങൾ ചെയ്യുവാനും വാണിജ്യത്തിൽ ഏർപ്പെടുവാനും കഴിയത്തുള്ളൂ. സാലറി വാങ്ങിക്കുവാൻ കഴിയത്തുള്ളൂ, ബിസിനസ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഒരു ചെറിയ മാടക്കട തുടങ്ങണമെങ്കിൽ, ഒരു കുപ്പി വെള്ളം മേടിക്കണമെങ്കിൽ 666 എന്ന മുദ്ര വേണം. മുൻപോട്ട് യാക്കോബിന്റെ കഷ്ടം, അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാകഷ്ടം, അവിടെ മുതൽ തുടങ്ങി മുൻപോട്ട് പോവുകയാണ്. ആ മധ്യപകുതിയിൽ നിന്ന് മുൻപോട്ട് പോയി 7 വർഷം അവസാനിക്കാൻ തുടങ്ങുകയാണ്. അവിടെ ഇതാ
ദൈവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ന്യായവിധിയായ 7 ക്രോധ കലശങ്ങൾ ദൂതന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ 7 ക്രോധ കലശങ്ങൾ ഇപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ആ ദൈവദൂതന്മാർ ചൊരിയുവാൻ പോവുകയാണ്. ഒന്നാമത്തെ ക്രോധ കലശം ഒഴിച്ചപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരുടെ ശരീരത്തിൽ മുഴുവൻ അത് വ്രണം ഉണ്ടായി തുടങ്ങി. ആദ്യത്തെ 4 ക്രോധ കലശങ്ങളും വ്യക്തികളെ ബാധിക്കുന്നതും അടുത്ത 3 ക്രോധ കലശങ്ങൾ ഇന്റർനാഷണലി അഫക്റ്റ് ചെയ്യുന്നതുമാണ്, കോസ്മിക്കലി അഫക്റ്റ് ചെയ്യുന്നതുമാണ്, ലോകത്തെ മുഴുവനുമായും അഫക്റ്റ് ചെയ്യുന്നതുമാണ്. ആദ്യത്തെ ക്രോധ കലശം ഭൂമിയിലേക്ക് ദൂതൻ ഒഴിച്ചപ്പോൾ ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ എല്ലാം വ്രണങ്ങൾ ഉണ്ടായി, പൊട്ടിപ്പഴുക്കുന്ന വ്രണങ്ങൾ ഉണ്ടായി, ലോകത്തെ മുഴുവൻ അത് ബാധിച്ചു. രണ്ടാം ദൂതൻ തന്റെ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ സമുദ്രത്തിലുള്ള ജീവജാലങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങി, സമുദ്രം രക്തതുല്യമായി തീർന്നു മുഴുവൻ. നാം നേരത്തെ കണ്ടു, ഒരു കാഹളമൂതിയപ്പോൾ സമുദ്രത്തിന്റെ 1/3 ഭാഗം നശിച്ചുപോയി എന്ന് കണ്ടു. 3/1 ബോട്ടുകൾക്ക് ഛേദം വന്നു എന്ന് കണ്ടു. സമുദ്രത്തിലെ 1/3 ജീവജാലങ്ങൾ ചത്തൊടുങ്ങി എന്ന് കണ്ടു. എന്നാൽ ഇവിടെ ഈ രണ്ടാം ക്രോധ കലശം ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ സമുദ്രത്തിലുള്ള സകലതും മത്സ്യങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങി, ജീവജാലങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങി, സമുദ്രം രക്തതുല്യമായി തീർന്നു. അതോടുകൂടി തന്നെ ഭൂമിയില് ഒരുപാട് പേർ ചത്തൊടുങ്ങും എന്നുള്ളത് നിഷ്കർഷമായ വസ്തുതയാണ്, തർക്കവിതർക്കമായ വസ്തുതയാണ്. സമുദ്ര സമ്പത്ത് അതോടുകൂടി അവിടെ നിൽക്കുകയാണ്, അതിനൊരു ഹോൾട്ട് വരികയാണ്. മൂന്നാമത്തെ ദൂതൻ തന്റെ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ, ദൈവത്തിന്റെ ന്യായവിധി ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ, നീരുറവുകളും നദികളും, ചുരുക്കം പറഞ്ഞാൽ സകലവിധ ഫ്രഷ് വാട്ടറും രക്തതുല്യമായി തീർന്നു. അങ്ങനെ ഇപ്പോൾ വെള്ളം കുടിക്കുവാൻ ഉള്ള മാർഗങ്ങളും അടഞ്ഞു. ഇതേതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം കൺഫൈൻ ചെയ്യുന്ന ഒന്നല്ല. ഇറ്റ് ഈസ് എ കോസ്മിക് ഇവന്റ്. ഇത് ഭൂമി മുഴുവനും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ദൈവത്തിന്റെ ക്രോധ കലശം ന്യായവിധി ഭൂമിയിലേക്ക് വീണു. വെള്ളം കിട്ടാനില്ല, കുടിവെള്ളം ഒരു രാജ്യത്തും കിട്ടാനില്ല. എതിർ ക്രിസ്തുവിന്റെ ഏറ്റവും അതിക്രൂരമായ 666 പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഭരണം മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തെ ദൂതൻ തന്റെ ക്രോധകലശം, ദൈവത്തിന്റെ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ അവിടെ സൂര്യൻ അതിന്റെ താപം, അതിന്റെ ടെമ്പറേച്ചർ അനേക മടങ്ങ് അങ്ങ് വർദ്ധിച്ചു. ഭൂമിയിൽ ജീവിക്കുവാൻ വയ്യാത്തതുപോലെ ചൂടായി. പല രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും ഒക്കെ ജീവിക്കുന്നവർക്ക് അറിയാം ചൂടിന്റെ അവസ്ഥ, ചൂട് വന്നാലുള്ള അവസ്ഥ, ചുട്ടുപൊള്ളുന്ന ചൂട്. മനുഷ്യൻ ചൂട് മൂലം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയാണ്, മരിച്ചു വീഴുകയാണ്. ചൂട് മൂലം ലോകമെമ്പാടുമുള്ള മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. ഈ 4 ക്രോധകലശം, ദൈവത്തിന്റെ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ ഇൻഡിവിജ്വലിനെ, ഓരോ വ്യക്തികളെയും, ഭൂമിയിലുള്ള ഓരോ വ്യക്തികളെയും ആ ക്രോധകലശം ബാധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ 7 വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. 5-ാമത്തെ ദൂതൻ കാഹളം, 5, 6, 7 ദൂതന്മാർ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ അതിനൊരു കോസ്മിക് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഭൂമിയെ മുഴുവൻ, ഭൂഗോളത്തെ മുഴുവൻ ബാധിക്കത്തക്ക വിധം എഫക്റ്റ് അതിനുണ്ടായി. 5-ാമത്തെ ദൂതൻ തന്റെ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിച്ചപ്പോൾ
വടക്ക് നിന്ന് ഒരു വലിയ സൈന്യം, ഏത് സൈന്യമാണെന്ന് അറിയത്തില്ല, വടക്ക് നിന്ന് ഒരു വലിയ സൈന്യം, നോർത്തിൽ നിന്ന് ഒരു വലിയ സൈന്യം ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണത്തെ എതിർത്തുകൊണ്ട് ആന്റി ക്രൈസ്റ്റിന് എതിരെ പോരാടുവാനായിട്ട് എഴുന്നള്ളി വരികയാണ്. അങ്ങനെ അവർ യെരുശലേം, ആന്റി ക്രൈസ്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കുന്ന യെരുശലേമിനെ നശിപ്പിച്ചു. അവരും യഹൂദന് എതിരാണ്. യെരുശലേമിനെ അവർ നശിപ്പിച്ചു. ആന്റി ക്രൈസ്റ്റ്, ആ മൃഗം, വെളിപ്പാടിൽ പറയുന്ന ആ മൃഗം അന്ന് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കുന്ന ജെറുസലേമിലില്ല. നോർത്തിൽ നിന്ന് ഒരു വലിയ സൈന്യം കടന്നു വരികയാണ്. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം 16:10 അല്ലെങ്കിൽ 16:10. അഞ്ചാമത്തെ അവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവന്റെ സിംഹാസനത്തിന്റെ മേൽ, എതിർ ക്രിസ്തുവാകുന്ന മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ, ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ ജെറുസലേമിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞുവല്ലോ, ആ സിംഹാസനത്തിന്റെ മേൽ ഒഴിച്ചപ്പോൾ അവന്റെ രാജ്യം ഇരുണ്ടുപോയി. നാം വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തേക്ക് വരികയാണ്. അവന്റെ രാജ്യം 7 വർഷത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. അവന്റെ രാജ്യം ഇരുണ്ടുപോയി. അതായത് ഭൂമിയിൽ കാണുന്നത് നോർത്തിൽ നിന്ന് ഒരു വലിയ കൊയാലിഷൻ ഓഫ് ആർമി എതിർ ക്രിസ്തുവിനെതിരെ വരികയാണ്. ജെറുസലേമിനെ അവർ അറ്റാക്ക് ചെയ്യുകയാണ്. ജെറുസലേമിനെ അവർ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ എതിർ ക്രിസ്തു അന്ന് യെരുശലേം ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇല്ല. അപ്പോൾ അങ്ങനെ ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് നടക്കുന്ന ഈ അനിഷ്ട സംഭവങ്ങൾ സഹിക്കുവാൻ വയ്യാതെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് ഉള്ള ഒരു വലിയ ജനം, ഒരു വലിയ സൈന്യം നോർത്തിൽ നിന്ന് വരികയാണ്, എതിർ ക്രിസ്തുവിനോട് പോരാടുകയാണ്. ഇനിയും ഈ യെരുശലേമിനെ തകർത്തപ്പോൾ, ഈ നോർത്തിൽ നിന്നുള്ള ആർമി വന്ന് യെരുശലേമിനെ തകർത്തപ്പോൾ, എതിർ ക്രിസ്തു ഓൾറെഡി യഹൂദന് എതിരാണ്. അവന്റെ സാമ്രാജ്യ, അവന്റെ രാജ്യത്ത് തന്നെ ചെന്ന് ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ വെച്ചുകൊണ്ട് യഹൂദനെ ഉപദ്രവിക്കുകയാണ്. അവന്റെ ദേവാലയത്തിൽ തന്നെ എതിർ ക്രിസ്തുവിന്റെ ബിംബം സ്ഥാപിച്ചുകൊണ്ട് യഹൂദനെതിരെ പോരാടുകയാണ്. തന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നശിപ്പിച്ചു എന്ന് കണ്ടിട്ടും എതിർ ക്രിസ്തുവിന്റെ ലക്ഷ്യം ഈ ഒളിച്ചോടിപ്പോകുന്ന യഹൂദന്റെ പിന്നാലെയാണ്. യഹൂദൻ ഓടി, അവൻ സൗത്തിലേക്ക്, മരുഭൂമിയിലേക്ക് ഓടി, യഹൂദ മരുഭൂമിയിലേക്ക് ഓടി. ഒരുപാട് പേരെ കൊന്നു. അവശേഷിക്കുന്നവർ അങ്ങ് ചുരുക്കി ഓടി അവരെ സൈന്യവും എതിർ ക്രിസ്തുവും കൂടെ ഓടിച്ച് അവരെ അങ്ങ് സൗത്തിലേക്ക് ഓടിച്ചു, യഹൂദ മരുഭൂമിയിലേക്ക് ഓടിച്ചു. അവർ യഹൂദ മരുഭൂമിയിൽ അനേക ഇടത്ത് ഒളിച്ചു പാർക്കുകയാണ്. There comes to be a remnant, only a remnant of the Jewish people now. എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് അനേക യഹൂദന്മാർ, രക്തസാക്ഷികളായി അനേക യഹൂദന്മാരെ എതിർ ക്രിസ്തു കൊന്നൊടുക്കി. ഇപ്പോൾ ഒരു റെമനന്റ് മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, ഒരു അവശേഷിപ്പ് മാത്രമേ ഉള്ളൂ. അവർ എവിടെയോ പെട്ര എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കാം, യഹൂദ മരുഭൂമിയില് സൗത്തിൽ എവിടെയോ അവർ ഒളിച്ച് പാർക്കുകയാണ്. നാം വായിച്ചു 12-ാം അധ്യായത്തിൽ ആ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുവാൻ അവൾക്ക്, ആർക്ക്? സൂര്യധാരിണിയായ ആ സ്ത്രീക്ക് കഴുകന്റെ ചിറകുകൾ ലഭിച്ചു. അവൾ ആ ചിറകുകൾ ഉപയോഗിച്ച് പറന്ന് യഹൂദ മരുഭൂമിയിൽ പോയി ഒളിച്ചോടുകയാണ്. സൂര്യധാരിണിയായ സ്ത്രീ 12-ാം അധ്യായത്തിൽ നാം പഠിച്ചു, ഇസ്രയേലിനെയാണ് സൂചിപ്പിക്കുന്നത്. യഹൂദൻ വളരെ തുച്ഛമായി. ഇത് നടക്കുമോ? 60 മില്യൺ യഹൂദരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിനെ ഓർക്കുക. It is possible. തന്റെ ജീവകാലത്ത് 60 മില്യൺ യഹൂദന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിനെ ഓർക്കുക. It is possible. ഇപ്പോൾ ഒരു remnant of Jewish people remaining. They are hiding somewhere in the Judean desert. അവിടെ എവിടെയോ അവർ ഒളിച്ചു പാർക്കുകയാണ്.
ആറാമത്തെ ദൂതൻ കാഹളമൂതി. ആറാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ, വായിക്കാം 16:12. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. യൂഫ്രട്ടീസ് നദി വറ്റിപ്പോയി. പണ്ട് ഏദൻ തോട്ടത്തെ നനച്ചുകൊണ്ടിരുന്ന 4 നദികളിൽ 2 നദികളാണ് ടൈഗ്രീസ് നദിയും യൂഫ്രട്ടീസ് നദിയും. ഇന്നും അത് നിലനിൽക്കുന്നു. ടർക്കിയിൽ നിന്ന് ആരംഭിച്ച്, യൂഫ്രട്ടീസ് നദി ടർക്കിയിൽ നിന്ന് ആരംഭിച്ച് സിറിയയിൽ കൂടി കടന്ന് ഇറാനിലേക്ക് പ്രവേശിച്ച് അവിടെ വെച്ച് ഇത് 2ആയി, ടൈഗ്രീസ് നദിയായിട്ടും യൂഫ്രട്ടീസ് നദിയായിട്ടും 2ആയിട്ട് വേർതിരിഞ്ഞ് അത് വീണ്ടും വന്ന് ഒരുമിച്ച് ചേർന്ന് കടലിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 നദിയും ഇന്നുമുണ്ട്. ബാബിലോൺ എന്ന പഴയ നഗരവും ഇന്നത്തെ ബാഗ്ദാദ് എന്ന് പറയുന്ന നഗരവും ഒക്കെയും ഈ നദികളുടെ സമീപത്താണ്. യൂഫ്രട്ടീസ് നദിയിലേക്ക് ആറാമത്തെ ദൂതൻ തന്റെ ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ കലശം ഒഴിച്ചപ്പോൾ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോയി. യൂഫ്രട്ടീസ് നദി വറ്റിപ്പോയപ്പോൾ കിഴക്കു നിന്നുള്ള ഒരു വലിയ വാസ്റ്റ് ആർമി ഈ യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്ത് വീണ്ടും യഹൂദനെ സംഹരിക്കുവാൻ കടന്നു വരികയാണ്. കിഴക്കു നിന്നുള്ള ആർമി പൊതുവെ പറയപ്പെടുന്നത് ചൈനയായിരിക്കുമെന്നും, ചൈനയോ റഷ്യയോ ഇന്ത്യയോ ഒക്കെ ആയിരിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു. വി ഡോണ്ട് നോ. കിഴക്കു നിന്നുള്ള ഒരു ആർമി ഇപ്പോൾ വളരെ കടന്നു വരികയാണ്. ഇപ്പൊ ഒരു വിമാനത്തിൽ കോടിക്കണക്കിന് മില്യൺസ് ഓഫ് ആർമിയെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് എത്തിക്കാൻ പ്രയാസം. ഏറ്റവും ബെസ്റ്റ് മാർഗം കരമാർഗമാണ്. ആർമി മൂവ് ചെയ്യാനാണ് ഏറ്റവും എക്കണോമിക്കലി ഫീസിബിൾ ആയിട്ടുള്ള മാർഗം. ഇപ്പോൾ യൂഫ്രട്ടീസ് നദി വറ്റിയപ്പോൾ ദൈവത്തിന്റെ ക്രോധമാണ്, ദൈവത്തിന്റെ കോപത്തിന്റെ അനന്തര ഫലമാണ് യൂഫ്രട്ടീസ് നദി വറ്റിയത്. ആറാമത്തെ ക്രോധകലശം അതിലേക്ക് ഒഴിച്ചപ്പോഴാണ് യൂഫ്രട്ടീസ് നദി വറ്റിയത്. യൂഫ്രട്ടീസ് നദി വറ്റിയത് മൂലം ഈ കിഴക്കു നിന്നുള്ള വലിയ സൈന്യത്തിന് യഹൂദനെതിരെ ഇപ്പൊ വരാൻ പറ്റും. ലോകം മുഴുവൻ ഇപ്പോൾ യഹൂദനെതിരെ തിരിഞ്ഞിരിക്കുക. അവര് ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. അവര് ജുഡിയൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി പെട്ര എന്ന ഭാഗങ്ങളിലൊക്കെയും അഭയം പ്രാപിച്ച് ഒളിയിടങ്ങളിൽ കഴിയുകയാണ്. ലോകം മുഴുവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ട ജനമെല്ലാം ഇവിടെ ട്രിബുലേഷന്റെ മുമ്പ് തന്നെ ഇവിടെ ഒന്ന് സഭ എടുക്കപ്പെട്ടു. പിന്നെ ക്രിസ്തീയതയെ സംബന്ധിച്ച് US പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. They will join with the Antichrist. അപ്പോൾ അമേരിക്ക ഉൾപ്പെടെ, വെസ്റ്റേൺ രാജ്യങ്ങൾ ഉൾപ്പെടെ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തിലുള്ള സകല ജാതികളും ഈ ഒരു ചെറിയ ജാതിക്ക് എതിരായി, ശേഷിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പിന് എതിരായി യുദ്ധമുഖത്ത് കോപ്പുകൂട്ടുകയാണ്. നാം വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നും പല നേതാക്കന്മാര് പറഞ്ഞു കേൾക്കാറുണ്ട്, യഹൂദനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന്. We will blow off the Jewish people from the map. ഭൂമുഖത്ത് നിന്ന് തന്നെ യഹൂദ ജാതിയെ തുടച്ചു നീക്കുമെന്ന്. വേറെ ഏതെങ്കിലും ഒരു ജാതിക്കെതിരെ അങ്ങനെ പറയുന്നത്, ഒരു റേഷ്യൽ കമന്റ് റിമാർക്ക് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ?
എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ശേഷിക്കുന്നവരെ കൂടി ഭൂമിയിൽ നിന്നും അനൈലേറ്റ് ചെയ്യുവാൻ, ഉന്മൂലനാശം ചെയ്ത് അവസാനത്തെ യഹൂദനെയും ഭൂമിയിൽ നിന്നും മാറ്റിക്കളയുവാൻ യഹൂദനില്ലാത്ത ഒരു ഭൂമി സ്വപ്നം കണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ കിഴക്ക് നിന്നുള്ള ആർമിയും എതിർ ക്രിസ്തുവിന്റെയും നേതൃത്വത്തിൽ ഒരു ശേഷിപ്പ് മാത്രം, ഭൂമിയുടെ ഒരു ചെറിയ കോണിൽ മാത്രം ശേഷിച്ചിരിക്കുന്ന യഹൂദനെതിരെ വരികയാണ്. നാം 7 വർഷത്തിന്റെ അവസാനത്തിലേക്ക് ചെല്ലുകയാണ്. ഒരു ഗത്യന്തരവുമില്ല, ഒരു മാർഗവുമില്ല, എല്ലാം നശിക്കുകയാണെന്ന് കണ്ട യഹൂദൻ, they became helpless, they became hopeless, they become defenseless. ഹോപ്പ് പോയി, ഹെൽപ്പ് പോയി, ഡിഫൻസ് പോയി, ആരും സഹായിക്കുവാനില്ല. ചുറ്റുപാടും ശത്രു അവരെ വളഞ്ഞിരിക്കുകയാണ്. ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. അവസാനം ശേഷിക്കുന്ന യഹൂദന്റെയും തലയെടുക്കുവാൻ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധരായി ലോകം മുഴുവൻ അവനെതിരെ തിരിഞ്ഞിരിക്കുക. എന്താണ് ചെയ്യുന്നത്? ഒരു മാർഗവുമില്ല. അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി 12 അരുളി ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ നിന്ന് അനേക ജാതികൾ ഉണ്ടാകും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരാകും, നീ മൂലം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. Where is that promise? യഹൂദൻ നിലവിളിക്കും. മാർഗമില്ല, ഗത്യന്തരമില്ല. യഹൂദൻ ആകാശത്തേക്ക് നോക്കും, സ്വർഗത്തിലേക്ക് നോക്കും. യഹൂദന്റെ ലീഡേഴ്സ് മുഴുവൻ അന്ന് അവശേഷിക്കുന്ന റാബായിസ്, യഹൂദ ഗുരുക്കന്മാർ, അവര് പറയും മശിഹായെ നോക്കി വിളിക്കുവാൻ. പണ്ടൊരിക്കൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ റാബായിമാരെല്ലാം, യഹൂദ പുരോഹിതന്മാരെല്ലാവരും അവര് കാശ് കൊടുത്ത് ജനത്തെ ഹയർ ചെയ്ത് അവരെ കൊണ്ട് വിളിച്ചു കൂവിപ്പിച്ചു, ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക. അറിയാമല്ലോ, വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന, യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന, അവർ വാടകയ്ക്കാളിനെ വാങ്ങിച്ചു, പണം കൊടുത്ത് യഹൂദനെ വിലയ്ക്ക് വാങ്ങിച്ചു. യഹൂദ ഗുരുക്കന്മാർ, റാബായിമാർ. എന്തിനാണ്? മശിഹായെ ക്രൂശിക്ക, മശിഹായെ ക്രൂശിക്ക, മശിഹായെ ക്രൂശിക്ക എന്നവർ ആർത്തട്ടഹസിച്ചു. അതേ റാബായിമാർ ഇന്ന്, യഹൂദന്റെ റാബായിമാർ, അവര് പറയുക, അവരുടെ ശക്തി ക്ഷയിച്ചു, മനസ്സുകൊണ്ട് തകർന്നു, ശേഷിക്കുന്ന കുറച്ചു പേരേ ഉള്ളൂ. അവസാനത്തെ ആളെയും കുരുതിക്കളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുവാൻ എതിർ ക്രിസ്തുവും ലോകവും തയ്യാറായി നിൽക്കുക. അവര് പറഞ്ഞു, സ്വർഗത്തിലേക്ക് നോക്കി മശിഹായെ വിളിക്കുവാൻ. അവര് മനസ്സിലാക്കി യേശുവാ മശിഹ എന്ന്, തങ്ങള് ക്രൂശിച്ച യേശുവാ മശിഹ എന്ന് അവര് മനസ്സിലാക്കി. അവര് സ്വർഗത്തിലേക്ക് നോക്കി. ആ പെട്രായിൽ നിന്നുകൊണ്ട്, ആ ജുഡിയൻ ഡെസേർട്ടിൽ നിന്നുകൊണ്ട്, ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ആ ശേഷിക്കുന്ന കുറച്ചു ജനം യേശുവേ എന്ന് വിളിച്ചു, മശിഹായെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഇന്ന് അർമഗദോനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടേക്കാ വരുന്നത്. 7 വർഷത്തിന്റെ ഒടുവിലേക്ക് വന്നിരിക്കുന്നു. യഹൂദൻ യേശുവിനെ അംഗീകരിച്ചു. ശേഷിപ്പുള്ള ഒരു കുറച്ചു ഭാഗം യഹൂദൻ ഇതാ സ്വർഗത്തിലേക്ക് നോക്കി, യേശുവേ മശിഹായെ വരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ, അവരുടെ ഡിഫൻസ്ലെസ് സിറ്റുവേഷനിൽ നിന്നുകൊണ്ട്, സർക്കംസ്റ്റൻസിൽ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൽ ആ ശബ്ദം കേട്ടു. യഹൂദൻ ആസ് എ നേഷൻ
ഒരു രാജ്യമെന്ന നിലയിൽ യഹൂദന്റെ ലീഡേഴ്സ് യേശുവിനെ മശിഹായായി അംഗീകരിച്ച് സ്വർഗത്തിലേക്ക് നോക്കി വിളിക്കുന്ന ഒരു ശബ്ദം ഇവിടെ മുഴങ്ങി കേൾക്കുകയാ. ഭൂമി മുഴുവൻ പ്രകമ്പനം കൊണ്ട് കേൾക്കുമ്പോൾ സ്വർഗം അത് റെക്കോർഡ് ചെയ്തു വെച്ചു. സ്വർഗത്തിലൊരു അനക്കം വെച്ചു. ഹല്ലേലൂയ. ഈ ജാതിയും എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവും കിഴക്ക് നിന്ന് വന്ന ആർമിയും നോർത്തിൽ നിന്ന് വന്ന ആർമിയും ലോകത്തിലുള്ള സകല രാജ്യങ്ങളിൽ നിന്നുള്ള ആർമിയും അർമഗഡോൻ യുദ്ധത്തിന് വേണ്ടി ശേഷിക്കുന്ന യഹൂദനെ ഇല്ലായ്മ ചെയ്യുവാൻ ഇതാ മൗണ്ട് മെഗീഡോയിലേക്ക് കടന്നു വരികയാണ്. അർമഗഡോൻ എന്ന വാക്കിന്റെ അർത്ഥം മൗണ്ട് ഓഫ് മെഗീഡോ, മെഗീഡോ പർവ്വത താഴ്വര. ഈ ദേശത്തെ വളഞ്ഞിരിക്കുകയാ. അവസാനത്തെ യഹൂദനെയും ഇല്ലായ്മ ചെയ്ത് യഹൂദനില്ലാത്ത ഒരു ഭൂമി, ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ. എന്നാൽ അവസാനം ശേഷിക്കുന്ന യഹൂദൻ സ്വർഗത്തിലേക്ക് നോക്കി യേശുവേ എന്ന് വിളിച്ചപ്പോൾ സ്വർഗം പ്രാർത്ഥന കേട്ടു. സ്വർഗം പ്രാർത്ഥന കേട്ടു. സ്വർഗത്തിൽ ഒരു ശബ്ദമുണ്ടായി. അവൻ അവിടെ വിളിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വലിയ സൈന്യം, രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിന്റെ നേതൃത്വത്തിൽ സഭയോടൊപ്പം 144,000 സഭയോടൊപ്പം ദൂത സൈന്യത്തോടൊപ്പം അവശേഷിക്കുന്ന യഹൂദനെ ചേർക്കുവാൻ, സംരക്ഷണ ചെയ്യുവാൻ 144,000 ജൂവിഷ് ഇവാഞ്ചലിസ്റ്റിനെ സംരക്ഷണ ചെയ്യുവാൻ ഇതാ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ സ്വർഗം അവിടെ തുറക്കുകയാണ്. താഴെ നിന്ന് അവശേഷിക്കുന്ന യഹൂദൻ കൈ ഉയർത്തി യേശുവേ മശിഹായെ ഞങ്ങളെ രക്ഷിക്കണം എന്ന് നിലവിളിച്ചു നിൽക്കുമ്പോൾ മുകളിൽ സ്വർഗം തുറന്നിരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം. ഞങ്ങള് യഹൂദനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നിന്റെ വചനത്തിനായിട്ട് സ്തോത്രം, വെളിപാട് പുസ്തകത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതാരെയും ഭയപ്പെടുത്തുവാനല്ല, പ്രത്യാശ നൽകുവാൻ, ഞങ്ങൾ വീണ്ടും ജന്മത്തിന്റെ അനുഭവം പ്രാപിച്ച് കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ഞങ്ങള് വിശുദ്ധിയോടുകൂടിയും വേർപാടോടുകൂടിയും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ള ബുദ്ധി ഉപദേശം ഞങ്ങൾക്ക് ഇവിടെ എഴുതി തന്നിരിക്കുന്നത് കൊണ്ട് കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികൾ സൗഖ്യം, യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദന മാറട്ടെ, രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ അത് അനുഗ്രഹമായിരിക്കും. ഞങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവെ അവിടെ അഭിഷേകവും അവിടെ രോഗസൗഖ്യം ഉണ്ടാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവെ നീ വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിനെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ഗലാത്യ ലേഖനം 5:16 വായിക്കുന്നു, walk in the spirit and you shall not fulfill the lust of the flesh. ഞങ്ങളെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിൽ നടക്കുക. ഞങ്ങൾ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല. ഞങ്ങളെ ആത്മാവിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ജഡത്തിലല്ല, ആത്മാവിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണം കർത്താവേ. ആമേൻ.